ഹലോ എവ്രി വൺ, 10th പ്രിലിംസ് സ്റ്റേജ് 2യുടെ എക്സാമാണ് അകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെ മാറ്റി വെച്ച എക്സാംസിൻ്റെ. അപ്പോൾ നമുക്ക് എക്സാം എങ്ങനെയായിരുന്നു എന്നും ചോദ്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ കുട്ടികളോട് ചോദിച്ചാലോ? ഹായ്, എക്സാം എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. കുഴപ്പമില്ലായിരുന്നു, നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു. മാത്സ് മാത്രം കുറച്ച് ടഫായിട്ട് തോന്നി. മാത്സ് ആണ് ഇപ്പോൾ എല്ലാവരെയും കുഴപ്പിച്ചിരിക്കുന്നത്. അതെ അതെ അതെ, അങ്ങനെയാണ് തോന്നുന്നത്. ഹയർ ലെവലായിരുന്നോ മാത്സ്? മാത്സ് കുറച്ച് ഹയർ ലെവലായിട്ട് തോന്നി. ഓക്കെ ഓക്കെ. PYQ ഒക്കെ നോക്കിയായിരുന്നോ? ഓക്കെ. ബാക്കിയുള്ള എല്ലാ സബ്ജക്ട്സും GK, കറണ്ട് അഫയേഴ്സ് എല്ലാം എളുപ്പമായിരുന്നു. നല്ലതായിരുന്നു, സിമ്പിൾ ആയിരുന്നു അത്. അതൊക്കെ സിമ്പിൾ ആയിരുന്നു. മാത്സ് മാത്രമേ ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. ഓക്കെ. സ്റ്റേറ്റ്മെന്റ് റീസണിംഗ് ആയിരുന്നോ അതോ? സ്റ്റേറ്റ്മെന്റ് റീസണിംഗ് ക്വസ്റ്റ്യൻസ് ഒരു 1-2 ക്വസ്റ്റ്യൻസ് അത്രേ ഉണ്ടായിരുന്നു. ബാക്കിയൊക്കെ ഡയറക്റ്റ് ആയിരുന്നു. പ്രീവിയസ് ഇയർ പാറ്റേൺ ഉണ്ടായിരുന്നോ ചോദ്യത്തിന്? പാറ്റേൺ റെപ്പിറ്റീഷൻ തോന്നിയില്ല. കുറെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. നമ്മൾ എക്സ്പെക്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് കുറെ ചോദിച്ചിരുന്നു. കമ്പാരിറ്റീവ്ലി എളുപ്പമായി. കട്ട് ഓഫ് പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ടോ ഏകദേശം? അത് പറയാൻ പറ്റില്ല. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല എളുപ്പമായിരുന്നു. മാത്സ് ആക്ച്വലി മാത്സ് ഞാൻ കുറച്ച് വീക്കാണ്. അതർവൈസ് ബാക്കിയുള്ള എളുപ്പമാണ്. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നോ? ഇപ്രാവശ്യത്തിൽ കുറവായിരുന്നു, എന്നാലും അത്യാവശ്യം ഉണ്ട്. താങ്ക് യു. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. എളുപ്പമായിരുന്നോ? എല്ലാ ഏരിയ എളുപ്പമായിരുന്നോ? മാത്സ്, GK, സോഷ്യൽ സയൻസ്? ചെറിയൊരു ടഫ് ഉണ്ടായിരുന്നു, ബാക്കിയെല്ലാം മാത്സ് ആണ് പ്രാവശ്യം കുഴപ്പിച്ചതെല്ലാവരും ചെറുതായി കുറച്ച്. ഓക്കെ. ബാക്കി GK ഒക്കെയോ? GK പകുതി കുഴപ്പമില്ല, പകുതി കുറച്ച് പാടായിരുന്നു. സ്റ്റേറ്റ്മെന്റ് റീസണിംഗ് ആയിരുന്നോ അതോ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നോ? ഡയറക്റ്റും ഉണ്ട്, അല്ലാത്ത ഉണ്ടായിരുന്നു. രണ്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഓവറോൾ എളുപ്പമായിരുന്നു. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല എളുപ്പമായിരുന്നു. നല്ല എളുപ്പമായിരുന്നു. എല്ലാ ഏരിയ എളുപ്പമായിരുന്നോ? മാത്സ് കുഴപ്പമില്ല, നല്ല എളുപ്പമായിരുന്നു. എല്ലാം മീൻസ് സ്റ്റേറ്റ്മെന്റ് റീസണിംഗ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആയിരുന്നോ അതോ സാധാ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു? പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് ഒരുപാട് ഉണ്ടായിരുന്നു. റിപ്പീറ്റഡ് പാറ്റേൺ ഉണ്ടായിരുന്നു, അതുകൊണ്ട് എളുപ്പമായി. നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്തിരുന്നു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഒരു വിധമൊക്കെ ഏതോ ബുദ്ധിമുട്ടുണ്ടായിരുന്നേ അതോ എല്ലാം എളുപ്പമായിരുന്നു? മാത്സ് ഒക്കെ ചെയ്ത് 1-2 വിടേണ്ടി വന്നു. പിന്നെ സയൻസ് ചിലത് സയൻസ് കുറച്ച് ഡൗട്ട്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. റിനസൻസ് ഒക്കെ മിക്കവാറും റിപ്പീറ്റഡ് ആണ്. അപ്പോൾ എളുപ്പമായിരുന്നു. അല്ല, ക്വസ്റ്റ്യൻസ് എളുപ്പമായിരുന്നു. എനിക്ക് ആ സമയത്ത് കൺഫ്യൂഷൻ ആയി. ഓക്കെ. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എളുപ്പമായിരുന്നു. എല്ലാ ക്വസ്റ്റ്യൻസും എളുപ്പമായിരുന്നോ? മാത്സ് കുറച്ച് ഞാൻ എന്താ കോച്ചിങ്ങിനൊന്നും പോയിട്ടില്ല. അപ്പം കുറച്ചുകൂടെ കുറച്ചുകൂടെ വർക്കൗട്ട് ചെയ്തിരുന്നെങ്കിൽ ഈസി ആയിരിക്കും. മാത്സ് ഈസി ആയിരുന്നു. ബാക്കിയുള്ളതൊക്കെയോ സ്വന്തം പഠിക്കുകയാണോ? അപ്പോൾ സ്വന്തമായിട്ട് പഠിക്കുകയാണ്. ഓക്കെ. അപ്പം പൊതുവെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് എളുപ്പമായിരുന്നു. സയൻസും സോഷ്യലും ബാക്കി എല്ലാം എളുപ്പമായിരുന്നു. ഏകദേശം എളുപ്പമാണ്. ഞാൻ വായിച്ചും അങ്ങനെയൊക്കെ ഉള്ളത് ഒരുപാട് ഉണ്ടായിരുന്നു. PYQ വർക്കൗട്ട് ചെയ്തിരുന്നോ? ഉണ്ടായിരുന്നു. റിപ്പീറ്റഡ് ഉണ്ടായിരുന്നോ? റെപ്പിറ്റേഷൻ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിരുന്നു. അപ്പോൾ കുറച്ചുകൂടെ എളുപ്പമായിരുന്നു അല്ലേ? എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് എളുപ്പമായിരുന്നു. എല്ലാം എളുപ്പമായിരുന്നോ? ഏകദേശം കുറച്ച് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, ബാക്കിയെല്ലാം ചെയ്തു. കമ്പാരിറ്റീവ്ലി ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഏരിയ ഏതായിരുന്നു? ഫിസിക്സ് കുറച്ച് പാടായിരുന്നു. മാത്സ് എളുപ്പമായിരുന്നു. അപ്പോൾ മാത്സ് പഠിക്കുന്നുണ്ടാവും അല്ലേ? ഓക്കെ. അപ്പോൾ ബാക്കി സ്റ്റേറ്റ്മെന്റ് റീസണിംഗ് ടൈപ്പ് ആയിരുന്നോ അതോ? സ്റ്റേറ്റ്മെന്റ് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നോ? ഇല്ല. മീൻസ് PYQ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ടുണ്ടായിരുന്നോ? ഞാൻ ഒരുപാട് അറ്റൻഡ് ചെയ്തിട്ടില്ല. ഓക്കെ. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? വലിയ ടഫാണെന്ന് പറയാനുള്ള ഒരു പാറ്റേൺ ഒന്നും ഇല്ല. പിന്നെ കൺഫ്യൂസിങ് ഒരുപാടുണ്ട്. ആണോ? എന്ന് വെച്ചാൽ നമ്മൾ അറിയാമെങ്കിൽ പോലും അതിലൊരു ക്ലാരിറ്റി ഉള്ളവർക്ക് മാത്രമേ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ കാണുമ്പോൾ എളുപ്പമാണെന്ന് തോന്നിയാലും കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഫസ്റ്റ് അപ്പിയറൻസിൽ വളരെ എളുപ്പമാണെന്ന് നമുക്ക് തോന്നുള്ളൂ. മാത്സ് ആണെങ്കിലും ഒക്കെ. പക്ഷെ ഇതിനകത്ത് കുറച്ച് ട്രിക്ക് ആൻഡ് സംഭവങ്ങളുണ്ട്. പിന്നെ ഒരുപാട് ഇങ്ങനെ കണക്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇപ്പൊ 2 ക്വസ്റ്റ്യൻസും ഒരേ ടോപ്പിക്കിൽ നിന്ന് തന്നെ ശരി തെറ്റ് അങ്ങനെ അങ്ങനത്തെ ഉണ്ടായിരുന്നു. പ്രിപ്പയർ ചെയ്തവർക്കൊക്കെ ഓൾമോസ്റ്റ് PYQs ഒക്കെ നോക്കിയായിരുന്നു. PYQ ഒക്കെ ഒരുപാടുണ്ടായിരുന്നു. ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ടുണ്ടായിരുന്നില്ല. നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നന്നായിട്ട് പഠിച്ചവർക്കും അതാ ഞാൻ പറഞ്ഞത്, കൺഫ്യൂസ് ആയിപ്പോയാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണ്. എളുപ്പമെന്ന് പറഞ്ഞാൽ 2 അങ്ങനെ ഫുള്ളി നമുക്ക് വെറുതെ ഈസി ക്വസ്റ്റ്യൻ ഒന്നും പറയാൻ പറ്റില്ല. കണ്ണടച്ചു പോയി എഴുതാൻ പറ്റില്ല എന്നുള്ള പറ്റും. നല്ലോണം ഒരു ബേസ് ഉള്ള കുറച്ച് കാലമായോ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയിട്ട്? ഞാൻ കുറച്ച് കാലമായി. അപ്പോൾ ജോലി കിട്ടട്ടെ. ഹായ്, പരീക്ഷ എഴുതാൻ വന്നതാണോ? നമ്മുടെ കൂടെ പരീക്ഷ എഴുതാൻ വന്നതാണോ? എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു?
കുഴപ്പമില്ല. വലിയ ബുദ്ധിമുട്ടുണ്ടോന്ന് വെച്ചാൽ ഫിസിക്സിനൊക്കെ ഉള്ള കുറച്ച് ചോദ്യങ്ങൾ ഒക്കെ +2 ലെവലിലോട്ടുള്ള കുറച്ചുകൂടെ ഹയർ ലെവലായിട്ട് എങ്കിലും ഒരുപാട് ക്വസ്റ്റ്യൻ ഇല്ല. ഫിസിക്സിന് ചോദിച്ച ചോദ്യങ്ങൾ കുറച്ചും കൂടി ഹയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പിന്നെ കെമിസ്ട്രി ബയോളജിയും കുഴപ്പമില്ല. മാത്സും മറ്റ് ലെവലിൽ ചോദിച്ച പോലെയുള്ള ചോദ്യങ്ങളും അല്ലാത്ത ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. മൊത്തത്തിൽ നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ല. രീതിയിലുള്ള മറ്റ് സ്റ്റേജ് ഒക്കെ പോലെ തന്നെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ബേസിക്കലി എളുപ്പമാണ് എന്നുള്ളതാണ്. ബേസിക്കലി എളുപ്പമാണ്, കുഴപ്പമില്ല. അപ്പൊ ജോലി കിട്ടട്ടെ. ഓൾ ദ ബെസ്റ്റ്.